Hi, hello, it's me Jilna. Welcome to another episode of Ginger Coffee Vlogs. ഇന്ന് നമ്മളൊരു യാത്രയിലാണ് കേട്ടോ. എവിടേക്ക് പോകുന്നതിന് പ്ലാൻ ഉണ്ടോ? ഫാം കാണണമെന്ന് വെച്ചിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. നടക്കുമെന്ന് അറിയില്ല. ഇവിടുന്ന് നോക്കി ഗൂഗിളിൽ നോക്കിയപ്പോൾ ഓപ്പൺ ആണ് സ്ട്രോബെറി ഫാം. അപ്പോൾ ഇന്നെന്തായാലും ഓഫാണ്. അപ്പോൾ ഒന്ന് പുറത്തേക്കൊക്കെ പോവാന്ന് വിചാരിച്ചു. ഇന്ന് ശരിക്ക് എന്റെ ഓഫ് അല്ല കേട്ടോ. എനിക്കിന്ന് ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആണ്. അതായത് ലൂ ഡേയ്സ് എന്ന് പറയും. നമ്മളിപ്പോ ഇവിടെ പബ്ലിക് ഹോളിഡേക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1.5 സാലറി കൂടുതലും കിട്ടും. അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ ഓഫും കിട്ടും. അങ്ങനെ ഇത്ര നാൾ വർക്ക് ചെയ്തതിൽ എനിക്ക് 5 ലൂ ഡേയ്സ് ഉണ്ട്. അപ്പൊ അതില് 2 ഞാൻ അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്റെ ലൂ ഡേ ആണ് ഇന്ന്. സൂര്യന് ഓഫാണ്. അച്ചൂസിന് പിന്നെ സ്കൂളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. 7th ഓപ്പൺ ചെയ്യുന്നത്. 7th അച്ചൂസ് എത്രയിലേക്ക് ആയി? പിന്നെ വലിയ ചെക്കനായി, ചേട്ടനായി. എന്താ വേണ്ടേ? വലിയ ചേട്ടനായി അച്ചു. അപ്പൊ അതിന്റെ ഹാപ്പിനെസ്സിലാണ് അച്ചു. ഞാന് ഇതുവരെ നമ്മളിപ്പോ ന്യൂസിലാൻഡിലേക്ക് വന്നത് തൊട്ട് ക്യാബ് കോഴ്സ്, എങ്ങനെ ജോബ് ഇന്റർവ്യൂ, ഒരു വർക്ക് വിസ എങ്ങനെ അപ്ലൈ ചെയ്യണം, ഇതൊക്കെ നമ്മള് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് മിസ് ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് അത് ചിലപ്പോൾ എല്ലാവർക്കും ആവശ്യം വരില്ല. ഇപ്പോ എങ്ങനെയാണ് പാസ്പോർട്ട് ന്യൂസിലാൻഡിൽ നിന്നുകൊണ്ട് റിന്യൂ ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് തന്നെയാണല്ലോ. അപ്പൊ നമുക്ക് അതിന്റെ വാലിഡിറ്റി കഴിഞ്ഞു. അത് റിന്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ ഓൾറെഡി റിന്യൂ ചെയ്തു. അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. അതുപോലെ റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പോലീസ് ക്ലിയറൻസ് വീണ്ടും എടുക്കണം. ഇപ്പൊ ദുബായിൽ നിന്നാണെങ്കിലും നാട്ടിൽ നിന്നാണെങ്കിലും സെയിം നമ്മൾക്ക് ഒരു വിസിറ്റ് വിസയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ എടുത്ത പോലീസ് ക്ലിയറൻസ് വീണ്ടും നമ്മൾ എടുക്കണം. കാരണം അതിന്റെ വാലിഡിറ്റി ഓൾറെഡി തീർന്നു കാണുമല്ലോ. അപ്പോൾ അതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. അതുപോലെ ആ ഒരു പാസ്പോർട്ട് റിന്യൂ ചെയ്ത് വന്ന് നമ്മളത് വീണ്ടും വർക്ക് വിസയിൽ അത് അപ്ഡേറ്റ് ചെയ്യണം. അതിനെ കുറിച്ചൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതുപോലെ മെറ്റേണിറ്റി, അതിന്റെ മിഡ് വൈഫിനെ എങ്ങനെ ചൂസ് ചെയ്യാം, അതൊക്കെ പെൻഡിങ് ആണ്. അതൊക്കെ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. കാരണം അത് എല്ലാവർക്കും ആവശ്യമുള്ളതല്ലല്ലോ. സോ ആസ് പെർ റിക്വസ്റ്റ് മാത്രമൊക്കെയാണ് ആ വീഡിയോ ചെയ്യുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ പാസ്പോർട്ട് റിന്യൂ ചെയ്യണം, അങ്ങനെ ആവശ്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് അയക്കുക. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എനിക്ക് ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാലോ. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഓൺ ദ വേ ആണ്. നമ്മളിങ്ങനെ ലോങ് ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ ചില്ല് ചെയ്ത് പോകും. പിന്നെ ഞാനിപ്പോ ഒരു റീൽസിന്റെ ഇടയിൽ കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു, സൂര്യേട്ടൻ റീൽസ് ചെയ്യണം, പാടണം എന്നൊക്കെ. പാടുപെടും. അതിന് കുറച്ച് പാടുപെടണം. കൊറേ ഇങ്ങനെ നിർബന്ധിക്കുമ്പോഴാണ് എപ്പോഴെങ്കിലും ഇങ്ങനെ റീൽസിലൊക്കെ ഒന്ന് മുഖം കാണിക്കാൻ തന്നെ സമ്മതിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ പാട്ടുകളൊക്കെ നമ്മളിങ്ങനെ പാടും. പക്ഷെ സൂര്യേട്ടന് ആകെ കൂടി ഒരു മലയാളം സോങ് പാടി ഞാൻ കേട്ടുള്ളത്. അത് എന്നെ കല്യാണം ഉറപ്പിച്ചപ്പോ തൊട്ട് പാടുന്ന ഒരു പാട്ടാണ്. എനിക്കാണെങ്കിൽ ആ പാട്ട് കേൾക്കുന്നതേ ഇഷ്ടമല്ല. അപ്പൊ ഞാനതങ്ങനെ പാടിപ്പിക്കാറില്ല. സ്വതവേ നമ്മൾ വീട്ടിലാണെങ്കിലും അങ്ങനെ യാത്ര പോകുമ്പോഴായാലും ആ പാട്ട് ഞാൻ പാടാൻ സമ്മതിക്കാറില്ല. ഏതാണ് ആ പാട്ട്? എത്രയോ പാട്ടുണ്ട് മലയാള സിനിമയില് അല്ലെങ്കിൽ ആൽബത്തിലൊക്കെ. എന്റെ കെട്ടോന് ഈ ഒരു പാട്ട് മാത്രമേ അറിയുള്ളൂ. പെണ്ണ് കാണാൻ വന്നപ്പോ എങ്ങാനും പാടിങ്ങി ഞാൻ ഈ കല്യാണമേ വേണ്ടാന്ന് വെച്ചേനെ. കല്യാണം ഉറപ്പിച്ചിട്ട് ആദ്യമായിട്ട് ഒരു പാട്ട് പാടുമോ എന്ന് ജസ്റ്റ് ഞാനൊന്ന് ചോദിച്ചപ്പോ പാടിയ ഒരു പാട്ടാണ്. പിന്നെ ഞാനത് പാടാൻ പറഞ്ഞില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് പാടും. എന്ത് സന്തോഷമാണ് സൂര്യന് കിട്ടുന്ന ആ പാട്ട് പാടുമ്പോ. ഒരു സന്തോഷമില്ല. ഒരാളെ ചീത്ത വിളിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മള് എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട്. ആപ്പിളുണ്ടല്ലോ. ആപ്പിളും കിട്ടി, സ്ട്രോബെറിയും കിട്ടി. പാർക്കൊക്കെ ഉണ്ട് തോന്നുന്നു കേട്ടോ കുട്ടികൾക്ക് കളിക്കാനായിട്ട്. പിന്നെ ഒത്തിരി ആൾക്കാരുണ്ട്. നിറച്ച് വണ്ടികളൊക്കെ എടുക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ നമ്മള് കാറൊക്കെ പാർക്ക് ചെയ്തു. ഇനി എവിടെ ടിക്കറ്റ് ഉണ്ടാവില്ലേ? ടിക്കറ്റ് എവിടെ എടുക്കാം? ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കാൻ കേട്ടോ സൂചേട്ടൻ. നമുക്ക് റേറ്റ് നോക്കാം എത്രയാണ്.
റേറ്റ് പറഞ്ഞത്രേ. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ ക്യൂ നിൽക്കാൻ. കൂടെ ഒരു ബക്കറ്റും വേണം. സ്ട്രോബെറി നമുക്ക് പിക്ക് ചെയ്യാം, അത് ടിക്കറ്റിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഇതാണ് കേട്ടോ ടിക്കറ്റ് റേറ്റ്. എന്തോ വണ്ടി വരണോ? നമുക്കിവിടെ ടിക്കറ്റ് എടുത്തതിന് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചാണ് കേട്ടോ. നമ്മൾ അടുത്ത വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കാരണം 20 മിനിറ്റ് നടക്കാനുണ്ട്. ഞങ്ങൾക്ക് 3 പേർക്ക് നടക്കാൻ താല്പര്യമില്ലാത്ത കാരണം കൊണ്ട് നമ്മൾ അടുത്ത വണ്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്തിരിക്കണം. അതിനുള്ള സ്ട്രോബെറി മാത്രമേ ഉള്ളൂ. അതിന് പക്ഷേ എൻട്രൻസ് ഒന്നുമില്ല, അത് 2 ചെടി മാത്രം നിൽക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളെടുത്ത ടിക്കറ്റിന് 5 രൂപ എൻട്രൻസ് ഫീസ്, പിന്നെ ബക്കറ്റ് അത് കാണിച്ചു ചോദിക്കട്ടെ. ബക്കറ്റ് ഇത് ചെറിയ ബക്കറ്റാണ്. ഇതിന് ഏകദേശം $20, 19 പോയിന്റ് സംതിങ് ആണ് വരുന്നത്. പിന്നെ ഒരെണ്ണമുള്ളത് ബിഗ് 27 ആ ഒരു റേറ്റ് ആണ് കേട്ടോ. അങ്ങനെ 2 ബക്കറ്റ് ഉണ്ട്. നമ്മൾ ചെറുതെടുത്തിട്ടുള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ. അതെ, നമ്മൾ കൊണ്ടുപോയി വെച്ചാൽ അപ്പം തന്നെ 1-2 ദിവസത്തിനുള്ളിൽ കഴിച്ച് തീർക്കണമല്ലോ, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ടേസ്റ്റൊക്കെ പോകും. പിന്നെ കുറച്ച് പേരുടെ കമൻസൊക്കെ ഞാൻ കണ്ടിരുന്നു കേട്ടോ. ക്യാപ്പിന് അഡ്മിഷൻ കിട്ടി, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാനുള്ള വിസ പാസ്സായി, ഡിപ്പെൻഡൻറ്റ് വിസ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരാണ്. ഇൻസ്ട്രക്ഷൻസൊക്കെ ഫോളോ ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് നിങ്ങൾക്കത് സക്സസ് ആയിട്ട് കിട്ടുമ്പോൾ അത് ഞാനായിട്ട് ഷെയർ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യുന്നുണ്ടല്ലോ, വളരെ ഹാപ്പിയാണ്. ക്യാപ്പിന് അഡ്മിഷൻ കിട്ടിയവർക്കും വിസ അപ്രൂവൽ ആയവർക്കും ഒക്കെ കൺഗ്രാറ്റ്സ്. വെൽക്കം ടു ന്യൂസിലാൻഡ്. വേഗം കയറി പോരെ, അടിച്ചു പൊളിക്കാം. ഇവിടെ വണ്ടി വന്നു. ഇതാണോ വണ്ടി? ആണോ? ഇതിനാണോ ഇവരൊക്കെ ഇറങ്ങിയത്? നമുക്കങ്ങനെ സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് പോയി ഇരിക്കാം. നടുക്കിലായിട്ടിരിക്കാം സുജേട്ടാ, നടുക്കിലായിട്ടിരിക്കാം. ഈ സ്റ്റാർട്ടിങ് തൊട്ടേ സ്ട്രോബെറി നിൽക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ അധികമൊന്നും ഇല്ല. അത് ചിലപ്പോൾ എല്ലാവരും പറിച്ച് കഴിച്ച് കഴിഞ്ഞതായിരിക്കും. നമ്മുടെ ജേണി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ട്രാക്ടറിലൊക്കെ പതുക്കെ പോകുന്നുള്ളൂ കേട്ടോ, സേഫായിട്ടോ. കാരണം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒക്കെ ഇങ്ങനെ ചെറുത് നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കും അവർ ഉള്ളിലത്തെ അതിലേക്ക് കൊണ്ടുകൊണ്ടാവുക. 20 മിനിറ്റ് നടക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്തായിരിക്കും. റാസ്ബെറിയോ ബ്ലാക്ക്ബെറി ആയിരിക്കും. എവിടെ എന്തൊക്കെയോ വേറെ ഇല്ലടാ. സ്ട്രോബെറി അല്ലേ അത്? അല്ല. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എവിടെ പോയി പറക്കൂ? അറ്റത്തുള്ളൂ അല്ലേ? ഞാൻ കാണിച്ചു തരാം കേട്ടോ. 1-2 ഉണ്ടായി നിൽക്കുന്നത്. ചെറുതുണ്ട്. അവിടെയും ഇവിടേക്ക് നിന്ന് കുറേ ആൾക്കാർ പറിച്ച് ബക്കറ്റ് നിറയ്ക്കുന്നുണ്ട് കേട്ടോ. അവരൊക്കെ നമുക്ക് കുറച്ചും കൂടെ അങ്ങ് ഫ്രണ്ടിലോട്ട് പോയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഈ സൈഡിൽ ഇങ്ങനെ ഫുള്ള് മരങ്ങളാണ്. ഇവിടെയാണ് നമ്മുടെ സ്ട്രോബെറി ഫാം. അച്ചു നല്ലൊരു ഏരിയ നോക്കി പിടിച്ചോ. അവിടെ ഉണ്ടോ സുജേട്ടാ? ഒന്നുമില്ലല്ലോ, പറിച്ച് കഴിഞ്ഞ് ഒന്നും കാണുന്നില്ലല്ലോ. ഞാൻ വിചാരിച്ചു ഇങ്ങനെ നല്ല റെഡ് കളറായിട്ട് ഇങ്ങനെ തിങ്ങി നിറഞ്ഞുണ്ടായി നിൽക്കുന്നുണ്ടാവുന്നത്.
ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ ഫുള്ളുണ്ടായി നിൽക്കുന്നുണ്ടോ എന്ന് നോക്കട്ടെ. കാരണം ഈ ഒരു ഏരിയ ഫുൾ അങ്ങോട്ട് നടക്കാനൊക്കെ ഉണ്ട്. ഇടയിലൊക്കെ നിൽക്കുന്നുണ്ട്. എനിക്കൊരെണ്ണം കഴുകി തരുമോ? വേറെ ഒന്നും അടിക്കുന്നില്ലായിരിക്കും, പക്ഷെ ഇവിടെ പൊടി ഉണ്ടായിരിക്കുമല്ലോ. എന്തായി മകനെ? സൂര്യ ഇതൊക്കെ നല്ലതാ. ഇതിന്റെ ഇടയിലൊക്കെ നിൽക്കുന്നത് നല്ലതാ. ഓരോന്ന് സൂര്യേട്ടാ സ്റ്റാർട്ട് ചെയ്തോ? ഓക്കെ, ഒരു ഇത് കണ്ടു, ഒരു സമാധാനത്തിന് കഴുകാം. അങ്ങനെ ഒരെണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് റെഡായിട്ട് ഇരിക്കുന്നുണ്ട്. കഴിച്ചു നോക്കിയിട്ട് പറയാം. ഓ നല്ല മധുരം ഉണ്ട് കേട്ടോ. അല്ലേ, നല്ല മധുരം ഉണ്ടല്ലേ? നമ്മൾ പുറത്തുനിന്ന് മേടിക്കണേക്കാളും നല്ല മധുരം ഉണ്ട്. കുറെ തപ്പിയിട്ടാണ് ഞങ്ങൾക്കൊരു നല്ലൊരു ഏരിയ കിട്ടിയത്. അടിപൊളി. സുജടാ നന്ന കൂടെ നിദ്ര ബേക്കു ബേക്കുനാ. അത് നല്ല റെഡായത് പൊട്ടിക്ക് വെച്ചുനാ, എന്നാലും അത് നല്ല മധുരം ഉണ്ടാവുള്ളൂ. നോക്കി നോക്കി ഇത് പൊട്ടിക്ക് വെച്ചു. ഈ റെഡ് അത് ഒന്ന് പിടിച്ചു നോക്ക്. നല്ലതാണെങ്കിൽ അത് പറക്കി അവിടെ കുറച്ചോ. നല്ലതാണല്ലോ, ബക്കറ്റിലിട്. സേവി കഴിക്കും. കാശ് മുതലായി അച്ഛോ? പരാതി തീർന്നാ? അച്ഛന് ആദ്യത്തെ സെക്ഷൻ കണ്ടപ്പോൾ അച്ഛൻ പറയാ കാശ് പോയി തോന്നുന്നുണ്ട്, ഒന്നും കാണുന്നില്ല. ഇതേ കണ്ടോ അവിടെയൊക്കെ ഇങ്ങനെ റെഡായിട്ട് നമ്മൾ നോക്കി നോക്കി പറക്കണം. കഴിച്ചോ? അച്ഛോ അങ്ങോട്ട് പോരാ മതി, ഫുള്ളായത്. ഇനി അവര് തിരിച്ചുകൂടെ മേടിച്ചു വയ്ക്കും പോകുമ്പോ. ഒത്തിരി അങ്ങനെ ഫുള്ളാക്കി നിറയ്ക്കാൻ പാടില്ല എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ ഇവിടെ കാണാനില്ല മോനിക്ക് കാണുന്നതൊക്കെ. ഇത് പൊതിച്ചു നോക്കിയേ ഇവിടെ ഈ അടിയില്. നമ്മൾ അങ്ങനെ സ്ട്രോബെറി പിക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കറക്റ്റ് സമയത്ത് വന്നു. നമ്മുടെ വണ്ടി നമ്മളെ നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ ഇത് ഫില്ലായിട്ട് പോകുള്ളൂ എന്നിരിക്കും അല്ലേ? അച്ചു അച്ചു ഹാപ്പി? ഫാമാണെങ്കിലും വണ്ടിയാണെങ്കിലും നല്ല പുക വരുന്നുണ്ട് വണ്ടിയുടെ ഉള്ളിൽ നിന്ന്. അതാണ് നമ്മുടെ ഡ്രൈവർ മനോജ്. സദാശിവൻ എന്നായിരിക്കും. പോൾ ബാർബർ. കോൺ ഐസ്ക്രീം ആണോ അത് കപ്പാണോ? ഐസ്ക്രീം കഴിക്കാൻ ഒരു ആഗ്രഹം, അപ്പോൾ ഐസ്ക്രീം മേടിക്കാൻ നിൽക്കാം കേട്ടോ. കോണായിരുന്നു. യെസ്, കപ്പ് ഫോർ മീ. അതങ്ങനെ അച്ചു സ്കൂപ്പായിട്ടും കിട്ടും നമുക്ക്. അതുപോലെ തന്നെ മിഷീനിൽ ഇങ്ങനെ സ്പൈറൽ പോലെ ആക്കി തരും അവര്. ആ എനിക്ക് കപ്പ് മതി. സെയിം. താങ്ക് യു. ഇവിടെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനായിട്ട്
പാർക്ക് ഉണ്ട് കേട്ടോ. വെള്ളം ഉണ്ടെന്ന് തോന്നുന്നില്ല അതിനുള്ളിൽ. വാട്ടർ പാർക്ക് ഉണ്ട്. പച്ചസ് അതിൽ കയറണം കൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല എക്സ്ട്രാ ഇടിയിക്കാൻ. വണ്ടിയിലുണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ അവിടെ ഇത് കിട്ടുന്ന തോന്നുന്നു സൂര്യ. അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് എന്തൊക്കെയോ. ഷൂസ് കളിക്കാൻ പോയിക്കാണ് കേട്ടോ. കുറച്ച് നേരം പോയിട്ട് സൂര്യനെ വിളിക്കാൻ പോയിട്ടുണ്ട് തിരിച്ച്. ഇതാ വരുന്നു നനഞ്ഞ് ചീഞ്ഞ്. അവന് മാറിയിടാൻ ഒരു ഡ്രസ്സ് പോലും അവൻ കയ്യിൽ പിടിച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനൊരു സംഭവം ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് നമ്മൾ വിചാരിച്ചില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വീട് വരെ എത്തിക്കണം. അച്ചു ഇനി വരുമ്പോ വണ്ടിയിൽ എന്തെടുത്ത് വെക്കണം? സ്വിമ്മിങ് സൂട്ട്, നിന്റെ ടവല്, എക്സ്ട്രാ ഒരു ഡ്രസ്സ്, ഇതൊക്കെ എടുത്ത് വെക്കണമെന്ന് മനസ്സിലായില്ലേ? അങ്ങനെ സേഫ് ആയിട്ട് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ജിഞ്ചർ കോഫി വ്ളോഗ്സ്. ബൈ.